അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി AJ വ്ളോഗ്സ് ആൻഡ് കുക്കറിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഹെയർ കെയർ ടിപ്സുമായിട്ടാണ്. ഇത് നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് അതുപോലെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മുടിക്കുണ്ടാകുന്ന സ്പ്ലിറ്റനിങ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, മുടി വളരാതിരിക്കുന്നത്, പിന്നെന്താണ് ഡാൻഡ്രഫ്, പേനിൻ്റെ ശല്യം, ഈരിൻ്റെ ശല്യം, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു വിടുതലാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് തലേദിവസം എടുത്ത് വെച്ചേക്കുന്ന കഞ്ഞി വേണം, അല്ലെങ്കിൽ റൈസ് വാട്ടർ വേണം. പിന്നെന്താ വേണം, ഒരു ഇടത്തരം ഓണിയൻ വേണം. നിങ്ങളുടെ മുടിയുടെ വലുപ്പവും നീളവും അനുസരിച്ച് വേണം. നിങ്ങൾക്ക് മുടിക്ക് നല്ല വോളിയം ഉണ്ടെങ്കിൽ, നല്ല ഉള്ളുണ്ടെങ്കിൽ അതിനും, അല്ലെങ്കിൽ നല്ല നീളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം വോളിയം എടുക്കാൻ. എനിക്ക് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ ഒരു ഓണിയൻ മതി. പിന്നെ വേണ്ടത്, ഞാനിവിടെ എൻ്റെ മുടിക്ക് ആവശ്യത്തിനുള്ള 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തന്നെ പറിച്ചതായിരിക്കും ഏറ്റവും നല്ല ഇത്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്നറിയാമോ? നമുക്ക് ഓണിയൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം മുടിക്ക് നല്ലൊരു നല്ല തിക്നെസ് കൊണ്ടുവരും. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പറയുക, ഇത് വൈറ്റമിൻസിനാണെങ്കിലും മിനറൽസിനാണെങ്കിലും അതുപോലെ നമ്മുടെ മുടിയുടെ സ്കാൽപ്പിനൊക്കെ നല്ലൊരു നറീഷ്മെൻറ്റ് നൽകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി വളരാതിരിക്കുന്നതിനൊക്കെ ഇതിനൊരു പരിഹാരമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഒരു 2 മാസത്തോളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് ഈ 3 കൂടെ ഞാൻ പേസ്റ്റ് ആക്കിക്കൊണ്ട് ഇത് ഈ ഒരു പരുവത്തിൽ ഒരു ചെറുതായിട്ട് ലൂസനായിട്ടിരിക്കണം. കാരണം മുടിയുടെ സ്കാൽപ്പിലൊക്കെ നല്ല ഓരോരോ ഇതിങ്ങനെ പകുത്തെടുത്ത് ഓരോരോ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് മുടിയുടെ അറ്റം വരെ ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ചു 1 മണിക്കൂറോളം വെച്ചുകൊണ്ടിരിക്കണം. ഇത് കൃത്യമായിട്ടും 1 മണിക്കൂർ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ വെക്കാൻ ശ്രമിക്കുക. കഴിവത് എത്രമാത്രം 1 മണിക്കൂറിനുള്ളിൽ എത്രമാത്രം വെക്കാൻ ശ്രമിക്കുന്നു അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം നിങ്ങളിത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വ്യത്യാസം ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുടിക്കൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും. നിങ്ങളുടെ മുടിയുള്ള പല മുടിക്കുണ്ടാകുന്ന പല കംപ്ലയിൻറ്റ്സ് അതുപോലെയൊക്കെ നിങ്ങൾക്ക് മാറും. തലയ്ക്ക് നല്ലൊരു കുളിർമ കിട്ടും. അതുപോലെ തന്നെ മുടിയുടെ സ്പ്ലിറ്റനിങ് കുറയും, മുടിക്ക് നല്ല തിക്നിങ് വെക്കും, നല്ലതായിട്ട് മുടി നന്നായിട്ട് വളരും. അതുപോലെ തന്നെ നരയ്ക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നര ഉണ്ടാകുന്നില്ല, അതിനൊരു പരിഹാരം ഉണ്ടാകും. അങ്ങനെ മുടിയുടെ ഒട്ടുമിക്ക കംപ്ലയിൻസിനെല്ലാം ഒരു പ്രശ്നത്തിനൊരു പരിഹാരവും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കണം. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ നിങ്ങൾ 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർക്കാമെങ്കിലും 2 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക്, വെള്ളം ചേർക്കാത്ത കോക്കനട്ട് മിൽക്ക് ചേർക്കുകയാണെങ്കിലും നല്ലതാണ്. മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. മുടി നല്ല സിൽക്കി ആയിട്ടും സ്ട്രെയിറ്റനിങ് ആയിട്ടും കിടക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. കൃത്യം 2 മാസം തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കണം. ശരിക്കും നല്ല ഫലപ്രദമാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഞാനിവിടെ സേഫായിട്ടിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നിടം വരെ അപ്പോൾ